എന്ത് പറ്റുള്ളൂ? ഓക്കെ, സോ നമ്മളിപ്പോൾ പുതിയ വീഡിയോ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും മറ്റുള്ള ടീമുകളും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. കമ്പാരിറ്റീവ്ലി എല്ലാ ടീമിലും ന്യൂ പ്ലേയേഴ്സാണ്, കമ്പാരിറ്റീവ്ലി ന്യൂ പ്ലേയേഴ്സാണ്. അപ്പം നമ്മുടെ ടീം മറ്റുള്ള ടീമുമായിട്ട് അപ്പം അഗെയിൻസ്റ്റ് വരാൻ നേരത്ത് ഏത് ടീമിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ ടീമിനുള്ള അപ്പർ ഹാൻഡ് എന്തായിരിക്കും, മറ്റേ ടീമിനുള്ള അപ്പർ ഹാൻഡ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഭയങ്കര ബ്രീഫായിട്ട് റിവ്യൂ ചെയ്യാം. ഓക്കെ, സോ മൊത്തത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? മൊത്തത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് ടീമാണ്, നല്ല ഡിഫൻസ്. മറ്റുള്ളവരായാലും എല്ലാവരും നല്ല ഡിഫൻസാണ്, നല്ല മിഡ്ഫീൽഡേഴ്സാണ്, ഫോർവേഡ്സാണ്. എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു എല്ലാ മിഡ്ഫീൽഡ് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? കാരണം നമുക്ക് മിഡ്ഫീൽഡേഴ്സ് ഇപ്പം നമ്മുടെ കുറേ പേര് നമ്മളോട് ചോദിച്ചു നമുക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇല്ല, അപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത് ചോദിച്ചു. അതായത് അതിന് പ്രത്യേകിച്ചൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ ആവശ്യമില്ല ആക്ച്വലി. അതിന് വേണമെങ്കിൽ ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ ബെൽഫോർട്ട് എന്നുള്ളത്, അതിന് വേണമെങ്കിൽ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ബെൽഫോർട്ട് സൊല്യൂഷൻ ആയിരിക്കും. കാരണം ബെൽഫോർട്ടിന് ആക്ച്വലി മിഡ്ഫീൽഡിൽ നിന്നും അറ്റാക്ക് ചെയ്ത് ബോൾ വിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ടേക്കുന്ന നമ്മുടെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ലേ, നെയ്സൺ. റൂണിക്ക് എന്താ തോന്നുന്നത്, നെയ്സൺ ആയിരിക്കോ ബെൽഫോർട്ട് ആയിരിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കളിക്കുന്നത്? അതിൽ ഇവരിൽ ആരായിരിക്കും കൂടുതൽ ഫോർവേഡിൽ യൂസ് ചെയ്യാൻ പോകുന്നത്? ബിക്കോസ് മൈക്കിൾ ചോപ്ര നമ്മൾ കണ്ടു പ്രാക്ടീസ് മാച്ചിന് നല്ല പെർഫോമൻസ് ആണ്, ഫിറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലൈക്ക് സൂപ്പർ ഫിറ്റാണ്. അപ്പം മിക്കവാറും മൈക്കിൾ ചോപ്ര ഫോർവേഡ് പൊസിഷനിൽ കളിക്കാൻ സകല സാധ്യതകളും കാണുന്നുണ്ട്. അപ്പം മൈക്കിൾ ചോപ്രേനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മൈക്കിൾ ചോപ്രേനെ ഇപ്പോൾ വലിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്കിൾ ചോപ്രയ്ക്ക് മുമ്പ് എന്താണ് ഒറിജിനൽ പ്ലേയിങ് ലെവനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലെയർ ആരായിരിക്കും? ബെൽഫോർട്ട് ആയിരിക്കുമോ അതെ നെയ്സൺ ആയിരിക്കുമോ? എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ ബെൽഫോർട്ട് തന്നെയായിരിക്കും. പക്ഷെ ബെൽഫോർട്ട് കൂടുതലും മറ്റുള്ള ടീംമേറ്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ബെൽഫോർട്ടിനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ടും ബെൽഫോർട്ടിനെ ആ ഒരു പൊസിഷനിൽ ഇടാൻ സാധ്യത ഉണ്ടാവുമോ? സാധ്യത അതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളല്ല ആക്ച്വലി പറയേണ്ടത്. ടീം, അതായത് ടീമിന്റെ കോച്ച് സ്റ്റാറ്റിക്സും കാര്യങ്ങളും നമുക്കറിയില്ല. അത് കാര്യങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ച് വേണം നമുക്ക് ടീമിന്റെ ഇതുവരെ. ഓക്കെ, സോ quick overview about Kerala Blasters team. Defense good, midfield also good, forward good. പിന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും. ആസ് യു ക്യാൻ സി, ലൈക്ക് ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ലൈക്ക് ഔട്ട്ഡോർ വീഡിയോ ചെയ്യുകയാണ്. സോ പിന്നെ കുറേ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പം മഴക്കാറിൻ്റെ ഇടയിലുള്ള ചെറിയ ഗ്യാപ്പിലൂടെ ആയിരിക്കും സൂര്യൻ വരുന്നത്. അപ്പം ലൈറ്റ് വരും, പിന്നെ ലൈറ്റ് പോകും. അപ്പം അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവും. സോ കൈൻഡ്ലി പ്ലീസ് ബെയർ വിത്ത് അസ്. ഞങ്ങൾ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ഇനി നമുക്ക് മറ്റുള്ള ടീമിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ടീം ഞാൻ ചോദിക്കാൻ പോകുന്ന അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ കുറിച്ചാണ്. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ കുറിച്ച് റൂണിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ? എൻ്റെ കാര്യങ്ങളല്ല ആക്ച്വലി. നമുക്കൊരു ജസ്റ്റ് ഒരു ക്വിക്ക് റിവ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയിലെ ഗോൾ കീപ്പർ മറ്റേ ഷിൽട്ടൺ പോളാണ്. നമ്മുടെ ടീമിലുണ്ടായിരുന്ന ഷിൽട്ടൺ പോൾ. അതെ, ഒരു അപ്പിയറൻസ് പോലും നടത്തിയില്ലെന്ന് അവന് ചാൻസ് കിട്ടിയില്ലായിരുന്നു ഷിൽട്ടന്. അല്ലെങ്കിൽ പിന്നെ ദേവജിത്തായിരിക്കും ഗോൾ കീപ്പർ. പിന്നെ ഗോൾ കീപ്പിംഗ് സ്ട്രോങ് ആണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ. അവരുടെ വീക്കാണെന്ന് പറയണ ഒരു സംഭവം എന്താണെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ടോ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്ക്? ഡിഫൻസ് അവരുടെ വീക്കാണ്. കാരണം അർണം മണ്ടേലല്ലേ, അർണം മണ്ടേൽ നയിക്കുന്ന ഡിഫൻസാണ്, ഓൾ ഇന്ത്യൻ ഡിഫൻസാണ്. അപ്പം വീക്കാണ്, ഭയങ്കര വീക്കാണ്. ഡിഫൻസ് ആണ് അവരുടെ വീക്ക് എന്നാണ് തോന്നുന്നത്. അവരുടെ സ്ട്രെങ്ത് എന്താണ്? അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് വീക്കാണ്, ബട്ട് അവിടെ നിന്ന് തൊട്ട് മുകളിലേക്കുള്ള, അതായത് മിഡ്ഫീൽഡേഴ്സും ഫോർവേഡ്സും ഭയങ്കര നല്ല രീതിയിൽ. കാരണം മിഡ്ഫീൽഡേഴ്സ് വരുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിന്ന് മടർത്തിയെടുത്ത പിയേഴ്സൺ ഒരു നല്ല കളിക്കാരനായിരുന്നു. പിയേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള മിഡ്ഫീൽഡേഴ്സാണ്.
ഉള്ളത്. പിന്നെ ഫോർവേഡിൻ്റെ കാര്യം പറയണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹ്യൂമേട്ടൻ. ഒന്ന് ആലോചിക്കുക, ഹ്യൂം നമ്മുടെ ടീമിൽ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിലോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ. ഇത് ഹ്യൂമേട്ടൻ മാത്രമല്ല, ഹെഡർ പോസ്റ്റിക നിൽക്കുന്ന കാരണം നല്ല ഹെഡർ പോസ്റ്റിക ഓബ്വിയസ്ലി നല്ലൊരു പ്ലെയർ ആണ്. അപ്പം ഹ്യൂമും പോസ്റ്റിക്കയും കൂടെയുള്ള ആ ഫോർവേഡ് എന്ന് പറയുന്നത് ഗോഡ് ആൻഡ് ഫോർവേഡ് അല്ലേ, അടിപൊളി നല്ലൊരു ഫോർവേഡാണ്. ഓക്കെ, നമുക്ക് വ്യൂ എന്ന് പറയുമ്പോൾ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ കാര്യത്തിൽ വയ്ക്കുമ്പോൾ ഡിഫൻസ് മാത്രമാണ് ലൈറ്റ്സ് ഓൺ. അതെ, ഡിഫൻസ് മാത്രമാണ് വീക്കായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നല്ലതാണ്. പെട്ടെന്ന് വെയിൽ ഭയങ്കരമായിട്ട് കൂടി, സോ നിങ്ങൾക്ക് കളർ ഷാഡോ സീത ഷാഡോ അത് കുഴപ്പമില്ല, വെയിൽ കളഞ്ഞേക്കും, വെയിലിന് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? വിഷമല്ല, ഭയങ്കര വെയില്. ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങൾ വെയിൽ പോയി നാക്കൊന്ന് കാണിക്കും. ഓക്കെ, സോ നമ്മൾ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും കേരള ബ്ലാസ്റ്റേഴ്സും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? അതായത് നമ്മുടെ രണ്ടും കൂടെ മാച്ച് വന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് മിസ് മാച്ച് ആവാൻ സാധ്യതയുള്ളത്? ഏതൊക്കെ ടീമിനാണ് അത് സ്ട്രെങ്ത് വരാൻ സാധ്യതയുള്ളത്? കാരണം സ്ട്രെങ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പറയുമ്പോഴത്തേക്കും ഒരു വെൽ ബാലൻസ്ഡ് ടീമാണ് ഇത്തവണത്തെ സ്കോറും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ. കൊൽക്കത്തയായിട്ടുള്ള കളി വരികയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻസും നമ്മുടെ മിഡ്ഫീൽഡ്സും അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. സോ ഓപ്പോസിറ്റ് ടീം വെച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ മിഡ്ഫീൽഡ്സും ഡിഫൻസും ടീമും പോസ്റ്റിക്കത്ത് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പണിയാണ്. ഡിഫൻസ് നല്ലൊരു വെല്ലുവിളിയാണ്. പിന്നെ പിയേഴ്സന്റെ മിഡ്ഫീൽഡ് ആകുമ്പോഴത്തേക്കും ബോൾ പാസിംഗ് എല്ലാം ഭയങ്കര ഷാർപ്പായിരിക്കും. നമ്മുടെ ഇറ്റ്സ് ഓക്കെ, ബട്ട് നമുക്കുള്ള പ്ലസ് അഡ്വാൻറ്റേജ് പിയേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്ത് ബോക്സ് ടു ബോക്സ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം നമുക്കും പക്ഷെ അതുപോലത്തെ പ്ലെയേഴ്സ് ഉണ്ട്. കഡിയോ ഒക്കെ അതേപോലെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം ഗെയിമിൻ്റെ ആ ഗെയിമിൻ്റെ ഏറ്റവും കടുകട്ടിയുള്ള ഭാഗം ആ മിഡ്ഫീൽഡിലാണോ വരാൻ പോകുന്നത്, അതെ നമ്മുടെ കരുത്തരായ ഡിഫൻഡേഴ്സ് വേഴ്സസ് അവരുടെ കരുത്തരായ ഫോർവേഡ്സ് ആണ് വരാൻ പോകുന്നത്? അതായിരിക്കും വരാൻ തോന്നുന്നത്. അതായത് നമ്മുടെ ടീമിൻ്റെ സെൻട്രൽ ലൈൻ്റെ ഇപ്പുറത്തേക്ക് ഒരു വൻ പോരാട്ടമായിരിക്കും. അവരുടെ മിഡ്ഫീൽഡേഴ്സ് വേഴ്സസ് നമ്മുടെ ഡിഫൻസും ഫോർവേഡ്സും അത്യാവശ്യം നല്ല രീതിയിലൊരു വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു പോരാട്ടം നടക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ അറ്റാക്കിംഗ് ട്രയോ നമ്മുടെ അറ്റാക്കിങ് നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം അവരുടെ ഡിഫൻസ് ഭയങ്കര വീക്കല്ലേ. കാരണം നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് വെച്ചുള്ള ഒരു അതായിരിക്കും അവരുടെ ഡിഫൻസീവ് ഫോർമാറ്റ് ആയിരിക്കും. ബട്ട് എങ്കിലും നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സ് ആയിരിക്കും. പിന്നെ ജർമ്മനും ബെൽഫോർഡും അവരെല്ലാവരും അറിയാലോ, ഒരു ഗ്യാപ്പ് കിട്ടി. നമ്മുടെ അറ്റാക്കിംഗ് ട്രയോ GNB ജർമ്മൻ നെയ്സൺ ബെൽഫോർട്ട് GNB അറ്റാക്കിംഗ് ട്രയോ. സോ ആ അറ്റാക്കിംഗ് ട്രയോയും അവരുടെ ഡിഫൻസായിട്ട് മിസ് മാച്ച് ആവുമോ? നമ്മുടെ അറ്റാക്കിംഗ് ട്രയോ വിൻ ചെയ്യുമോ? നമ്മുടെ ആയിരിക്കും വിൻ ചെയ്യുന്നത്. സോ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ഒരു ഓൺ ദ പേപ്പേഴ്സിൽ ആർക്കായിരിക്കും വിജയ സാധ്യത? കേരള ബ്ലാസ്റ്റേഴ്സ്, ഒബ്വിയസ്ലി കേരള ബ്ലാസ്റ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്കോർ ലൈൻ വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇഫ് ഇറ്റ് ഈസ് അവർ ഹോം മാച്ച്? prediction it can like go wrong. It can 4-3, 2-1, 4-3 goal. നമ്മൾ 4 അടിക്കുമ്പോൾ അവർ തിരിച്ച് 3 അടിക്കുമല്ലോ. കാരണം നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആണല്ലോ. അവരുടെ മിഡ്ഫീൽഡും ഫോർവേഡും തള്ളി കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു മന്മതിലായാലും പൊട്ടിപ്പോകുന്ന അവസ്ഥ. നല്ല സ്ട്രോങ് മിഡ്ഫീൽഡ് ഫോർവേഡ് ആണ്. Okay, we don't know, like things might happen wrong in football, things might happen good in football, so God knows what is going to happen. Yeah, so namukadariilla, but we for sure know that Kerala Blasters is really a strong team. Okay, so that takes us to the second team. അത് ഏതാണ് നമ്മുടെ സെക്കൻഡ് ടീം? നമ്മൾ ആരെക്കുറിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്? സെക്കൻഡ് ടീം ഗോവ. ഫൈൻ, ഓക്കെ ഫൈൻ. നമ്മുടെ Goa was a really good team last year. And what about this year? ഇത്തവണ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീലുകാരെ കൊണ്ട് നിറച്ചേക്കാണ്. ഒരു ഇൻഡോ ബ്രസീൽ ടീം എന്ന് പറയാം. ഇൻഡോ ബ്രസീലിയൻ ടീമാണ് ഗോവ. ഇന്ത്യൻ ആൻഡ് ബ്രസീലിയൻ പ്ലേയേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുക.
എക്സ്ട്രാ പ്ലേയേഴ്സ് 2 പേരുള്ളൂ തോന്നുന്നല്ലേ? ലൈക്ക് ഒന്ന് സ്പെയിനിലെയും പിന്നെ സ്പെയിനും ഫ്രാൻസാണോ? സ്പെയിനും ഇറ്റലിയാണോ? വെള്ള കുരിശ് പോലത്തെ ഒരു പ്ലാൻ മറന്നു. ഓക്കെ ഫൈൻ, 2 എക്സ്ട്രാ പ്ലേയേഴ്സ് ഉള്ളൂ എന്ന് തോന്നുന്നു. വി ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. വി ഡോണ്ട് നോ ഇഫ് വി ആർ റൈറ്റ് ഓർ റോങ്. ബട്ട് ഭൂരിഭാഗം ഇന്ത്യൻ പ്ലേയേഴ്സും ഒരു 40% ബ്രസീലിയൻസ്, 45% ഇന്ത്യൻസ്, ബാക്കി 5% മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നാഷണാലിറ്റി. സോ ഇൻഡോ ബ്രസീലിയൻ ടീമാണ്. അപ്പം മിക്കവാറും നമുക്ക് ബ്രസീലിയൻ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ഇന്ത്യൻ പ്ലേയേഴ്സിന് അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ സീക്കോയ്ക്ക്? ആൻഡ് ഒബ്വിയസ്ലി സീക്കോ ഈസ് ദെയർ മെയിൻ സ്ട്രെങ്ത്. സീക്കോയുടെ യാ. സോ ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുന്ന അവരുടെയിലായിരിക്കും ബോൾ പൊസിഷൻ കൂടുതലുണ്ടാവുന്ന അവരുടെ. യെസ്, ബോൾ പൊസിഷൻ നന്നായിട്ട്. കാരണം യൂഷ്വലി ബ്രസീൽ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ബോൾ പൊസിഷൻ ആണ്. ആൻഡ് ഓൾസോ ജിങ്ക സ്റ്റൈൽ ഇസ് ലൈക്ക് ഇൻഡിവിജ്വൽ സ്റ്റൈൽ എമംഗ് ദം. ആൻഡ് അവർ ഇത്തിരി ഫാസ്റ്റ് പേസ് ഫുട്ബോൾ കളിക്കുക. അതായത് പേസ് ഇഞ്ചക്ഷൻ അവരുടെ അടിപൊളിയായിരിക്കും. അവർ സ്ലോയിന് കളിച്ചിട്ട് അവരെപ്പോഴാണ് സ്പീഡാവുന്നതെന്ന് മറ്റൊറ്റ ടീമിന് പറയാനില്ല. ലാറ്റിൻ അമേരിക്കൻ ടീംസ് ലൈക്ക് ബ്രസീൽ ആൻഡ് അർജന്റീന ആർ റിയലി ഗുഡ് അറ്റ് ദാറ്റ് അല്ലേ? ഭയങ്കര സ്ലോയിന് പാസ് ചെയ്ത് പിന്നെ പടപടാന്ന് പറഞ്ഞാൽ പൊട്ടിയങ്ങ് കയറും. നമ്മൾ അപ്രതീക്ഷിക്കുമല്ലോ. സോ അവരുടെ സ്ട്രെങ്സ് എന്ന് പറയാൻ, അവരുടെ വീക്ക്നെസ് എന്ന് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? ഒന്ന് അവരുടെ ഡിഫെൻസീവ് എല്ലാവരും കുറച്ചും കൂടി എന്താണ് ഓൾഡർ, കമ്പാരിറ്റീവ്ലി ഓൾഡർ ഡിഫൻസസ് ആണ്. കമ്പാരിറ്റീവ്ലി. അപ്പോൾ പേസി ഭയങ്കര പേസുള്ള ഫോർവേഡ്സ് വന്നു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാൻ പാടായിരിക്കും. കൂടുതൽ പേര് മിഡ്ഫീൽഡിൽ നിന്ന് വേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് എന്തൊക്കെയായിരിക്കും സ്ട്രെങ്സ്, വീക്ക്നെസ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ്? ലൈക്ക് ഗോവയുടെ ടാക്ടിക്സ് മോഡൽ എന്ന് പറഞ്ഞല്ലോ സീക്കോസ് ടാക്ടിക്സ് ആയിരുന്നു. പിന്നെ അവർ ബോള് കയ്യിലെപ്പം പൊസിഷൻ എപ്പോഴും അവർക്കായിരിക്കും കൂടുതൽ. പക്ഷെങ്കിലും നമ്മുടെ പ്ലേയേഴ്സ് കുറച്ചുകൂടി ഇന്റർഫിയർ ചെയ്ത് ബോൾ വിൻ ചെയ്തെടുക്കേണ്ടി വരും. വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡ്ഫീൽഡിന്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞ് നമുക്ക് പക്ഷേ അങ്ങനെ ഇന്റർഫിയർ ചെയ്ത് വിൻ ചെയ്യുന്ന പ്ലേയേഴ്സ് കുറേ ഉണ്ട്. വിൻ ചെയ്ത് നിൽക്കുന്ന പ്ലേയേഴ്സ് ഇഷ്ടംമാരിയുണ്ട്. ബട്ട് എങ്കിലും നമുക്ക് മിഡ്ഫീൽഡേഴ്സ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോൾ ചാൻസ് കൂടുതലാണ്. കാരണം ഡിഫൻസീവ് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി അവർ ഇത്തിരി വീക്കാണ്. വീക്കല്ല, നല്ല സ്ട്രോങ് ഡിഫൻസ് ആണ്. എന്നാലും ഇത്തിരി സ്ലോവർ ഡിഫൻസ് ആണ്. അപ്പം നമ്മുടെ ആകുമ്പോൾ ഫോർവേഡ്സ് ഇത്തിരി പേസ് ഉള്ള ഫോർവേഡ്സ് ആണ്. മിസ് മാച്ച്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ ചാൻസ് ഉണ്ട്, നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫോർവേഡ് നമ്മുടെ ഡിഫൻസിൻ്റെ എതിരെ വരുമ്പോഴോ നമ്മുടെ ഡിഫൻസ് കട്ടയ്ക്ക് കൂലോ? ഉറപ്പാണ്. ഓക്കെ ഫൈൻ. സോ ദാറ്റ് ഈസ് യുവർ ഗോ ഓൺ ഗോവ. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ടീം എടുക്കാം. ഡൽഹി ഡൈനാമോസ്. മല്ലൂരയുടെ ടീം. ആൻഡ് ദേ ആർ ഡൂയിങ് എ ഗുഡ് ജോബ് പ്രീ സീസണിലല്ലേ? ഡിഫൻസ് പക്ഷേ ഭയങ്കര ആവറേജ് ഡിഫൻസ് ആണ്, കുഴപ്പമില്ലാത്ത ഡിഫൻസ് ആണ്. മിഡ്ഫീൽഡർ എന്ന് പറയേണ്ട ആവശ്യമില്ല. മല്ലൂരയുണ്ട്. പിന്നെ ലൈക്ക് അവർക്ക് 2 ഫോർവേഡ്സ് ഉള്ളൂ. കാരണം അവർ ഏറ്റവും കൂടുതലും മിഡ്ഫീൽഡേഴ്സിനെ കുത്തിവരച്ച ടീം. 2 ഫോർവേഡ്സ് ആക്ച്വലി ഉള്ളൂ. ലൈക്ക് ഹോൾ സ്ക്വാഡിൽ ദാറ്റ് ഈസ് റിയലി ബാഡ്. ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ അല്ല, അവരതനുസരിച്ചുള്ള പറയാലോ വല്ലതെന്തെങ്കിലും കാണിക്കുമായിരിക്കും. പിന്നെ ലൈക്ക് ഘാനയിലെ ഒരു പ്ലെയർ റിച്ചാർഡ് ഗാഡ്സ്. പിന്നെ ലൈക്ക് അർജുൻ ഡുഡു അല്ലേ? അർജുൻ ഡുഡു നമ്മുടെ ഇന്ത്യയുടെ പ്ലെയറാണ്. ഇവർ രണ്ടുപേരും ആക്ച്വലി അവരുടെ ടീമിൽ മെയിനായിട്ട് പറയുന്ന ഫോർവേഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് തന്നെ. വേറെ ഫോർവേഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഷുവർ കമൻറ്റ് ബിലോ. ഞങ്ങൾക്ക് ഇത്രയാണ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ ഫൈൻ. ആൻഡ് വാട്ട് ഡു യു തിങ്ക് ദെയർ സ്ട്രെങ്ത് ഇസ്? മിഡ്ഫീൽഡാണ്. മലൂരയുടെ മിഡ്ഫീൽഡാണ്. ഒരു മതിൽ തന്നെയായിരിക്കും. മലൂരയ്ക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് he will be able to give that experience to all of the other players in the team അല്ലേ? അപ്പം he is also a good leader. ഭയങ്കര ലീഡറാണ് മലൂര. സോ ഫ്രാൻസിന് വേണ്ടി കളിച്ച് നല്ല പരിചയമുള്ള പ്ലെയറാണ്. സോ ഒബ്വിയസ്ലി മലൂര വിൽ ലൈക്ക് ടീമിനെ നയിക്കുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. സോ ഡൽഹി ഡൈനാമോസ് ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ്, വാട്ട്സ് യുവർ ഗോ? പറഞ്ഞല്ലോ ഫോർവേഡായിരുന്നു പറഞ്ഞല്ലോ. ഓൾറെഡി 2 പേരാണ്. ആ 2 ഫോർവേഡും നോട്ട് ബാഡ്. ബട്ട് എങ്കിലും അത്ര അതല്ല.
രണ്ടുപേരെ ഉള്ളതിന്റെ ഒരു കുറവുണ്ട്, ഒരു കുറവുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കാനും. മിക്കവാറും ഒറ്റ ഫോർവേഡുള്ള ഫോർമേഷനിൽ പോയതായിരിക്കും സാധ്യത. ചില പറയാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഇത്ര ടൈം കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫോർവേഡ് കളിക്കുന്ന ഒരു ഫോർവേഡിനെ മാത്രമായിട്ട് ഇറക്കി മേ ബി മിഡ്ഫീൽഡിൽ ആളെ കൂട്ടി അഞ്ച് മിഡ്ഫീൽഡേഴ്സ് ഒരു ഫോർവേഡ് ബാക്കി ബോൾ പൊസിഷൻ കൂടുതൽ വെച്ചിട്ട് അങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയില്ല. God knows, but they are doing a good job in pre-season, so we know that they are really good team. So വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമ്മൾ ജയിക്കുമോ, അതേ ഒരു ഡ്രോ ആവുമോ, അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണോ? മിഡ്ഫീൽഡ് ഞാൻ പറഞ്ഞില്ല. ബട്ട് ഐ ക്യാൻ സേ വൺ തിങ്, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ FC ഗോവയുടെ കാര്യം, അതിനു മുമ്പ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ഐ തിങ്ക് വി വിൽ വിൻ, ലൈക്ക് വി ക്യാൻ വിൻ. ഇഫ് വി ലൂസ് ദാറ്റ് ഇസ് എ ഷെയിം. ബട്ട് എനിക്ക് ഗോവയുടെ കാര്യം ഐ എം നോട്ട് ഷുവർ നമ്മൾ ജയിക്കുമല്ലോ എന്ന്. ലൈക്ക് തോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് ബിക്കോസ് ദേ ഹാവ് റിയലി ഗുഡ് സ്ക്വാഡ്. ഐ തിങ്ക് ദ മാച്ച് ഇസ് ഗോണ ബി ഡ്രോ. Or it depends according to the tactics that coach uses, but Seco is really good tactician, so and our coach is also a really good tactician, and let's see what is going to happen. Okay, നമുക്ക് തിരിച്ച് ഡൽഹി ഡൈനാമോസിലേക്ക് വരാം. അതെന്തായിരിക്കും മിസ്മാച്ച് ആവാൻ എവിടെ സാധ്യതയുള്ളത്? ഡിഫൻസ് നമ്മുടെ ഡിഫൻസ് ആണോ അവരുടെ ഡിഫൻസ് ഇസ് ഗോണ? obviously we have a good attacking team right now. അപ്പം their defense is gonna suffer maybe, അല്ലേ? Or if they are keeping the possession, we will have to wait for our mark, wait for us to get the ball. When we get the ball, we'll get one window, use that window perfectly, then we are gonna win, അല്ലേ? കാരണം ബോൾ മിക്കവാറും അവരായിരിക്കും പൊസഷനിൽ കൂടുതൽ വെക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ഡൽഹി ഡൈനാമോസ് ടീം, അല്ലേ? സോ നെക്സ്റ്റ്, ദിസ് ഈസ് ദ ഫസ്റ്റ് വീഡിയോ ദാറ്റ് വി ആർ ഗോണ പോസ്റ്റ്. ഞങ്ങൾ ഈ 3 ടീമിൻ്റെയാണ് ചെയ്തത്. ദർ ഇസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ ദാറ്റ് വിൽ ബി പോസ്റ്റഡ് റൈറ്റ് ആഫ്റ്റർ ദിസ്. വി ആർ ഡൂയിങ് ലൈക്ക് ദിസ് ബിക്കോസ് അപ്ലോഡിങ് ഞങ്ങൾക്ക് കുറച്ച് പാടായിക്കൊണ്ടിരിക്കുക. സോ വി ഡോണ്ട് വാണ്ട് ടു ഹാവ് ദാറ്റ് പ്രഷർ when we are doing all the 7 teams. So that's our first video. Thank you for watching, and please do subscribe. പിന്നെ ഇയാൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുക, കാരണം ഇയാളുടെ മനസ്സ് വളരെ തളർന്നിരിക്കുകയാണ്. ഇയാൾ but he'll be getting into his mood sooner or later, അല്ലേ? Okay, hope that he gets into his mood. തുടങ്ങിയിട്ടുണ്ട്. Hope that he gets into his mood in the second video. Thank you. Do subscribe, please.